ഇങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പുള്ളവരെ ഓരോ സ്ഥലത്തായിട്ടിട്ട് വളർത്തി പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ നിന്നിട്ടുണ്ടെങ്കിലില്ലേ ആ വെയിലടിക്കണില്ല. വാവ്, നീല കളറില് അവിയെടുക്കുന്നു. ആ മോളിൽ കൂടെ കെട്ടുന്ന പിന്നെ ഊർന്ന് താഴെ ചാടാതിരിക്കും. എനിക്ക് ബുദ്ധിയുണ്ട്. എന്നാ പറ്റിയതാന്ന് പറ. ഇപ്പൊ പറയാ. ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. സ്വാഗതം പറഞ്ഞിട്ട് അവിടെ നിന്നൊരു പശുമ്പ സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വലയ്ക്കകത്താണ് കേട്ടോ. കോഴികളുടെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ ഇതെത്ര പേരെ എടുത്തേ? 11 പേരെ. ഇത് 11, അത് 10. ഇത് 11 പേരുണ്ടോ? എണ്ണി നോക്കിയായിരുന്നോ? ഇല്ലേ, കണ്ടിട്ട് തോന്നണില്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്തതാണ്. അവർക്ക് വേണ്ടിയിട്ട് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പാത്രവും വാങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ അടുത്തുള്ള കാളിയാറെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങളൊരു വീട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഒരു വീട്ടിൽ ഫാം പോലെ നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ട് പല തരത്തിലായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പുള്ളവരെ ഓരോ സ്ഥലത്തായിട്ടിട്ട് വളർത്തി പല ഏജ് ഗ്രൂപ്പിലുള്ളവരെയായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവരെ. 11 പേരെ എടുത്തു. കഴുത്തെ പപ്പില്ലാത്ത ഇതിലും ചെറിയ കുഞ്ഞുങ്ങളെ 10 പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ നിൽക്കുന്നത്. കഴുത്തെ പപ്പില്ലാത്ത നമ്മൾ വീടിനകത്ത് ഇട്ടേക്കുവാണ്. നമ്മുടെ വിറകടുപ്പിൻ്റെ അവിടെ ഇട്ടേക്കുവാണ്. അവരുടെ കൂടെ സെറ്റാക്കിയിട്ട് നമ്മളിങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അത് തീറ്റയും വെള്ളമാണ്. വെള്ളം എന്താ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുവാണ്. ഈ പാത്രം നമ്മൾ തൊടുപുഴ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടോ, ഇത് നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇതിങ്ങനെ നിറച്ച് വെള്ളമാണ്. ആ വെള്ളം ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. ഇത് കണ്ട, കുഞ്ഞുങ്ങൾ വന്ന് അതിൽ നിന്ന് കൊത്തി തിന്നോളും. ഇതും അതുപോലെ തന്നെ അകത്ത് തീറ്റയാണ്. അപ്പം ഇവരെ തിന്ന് തീർക്കും തോറും തീറ്റ വെളിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ദാ തീറ്റയാണ് കിടക്കുന്നത്. നിറച്ച് തീറ്റ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് തിന്നോളും. ഇപ്പം ഇവരെ തീറ്റയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പാലിട്ട് കണ്ണെഴുതിയ മട്ടിലുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇത് മൊത്തം പെൺപിള്ളേരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. തവിടും ഇതെല്ലാം കൂടെയൊക്കെ കുഴച്ച് കൊടുത്തേക്കോ, വാഴപ്പിണ്ടിയൊക്കെ. ചേട്ടനാണെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് തീറ്റ വയ്ക്കാനുള്ള പാത്രം കെട്ടുന്ന തിരക്കിലാണ്. കേറാ മാറിക്കട്ടെ, കാലൊക്കെ കാല് പൊടിയും. ഈ കിടക്കണ പിടക്കിച്ചിരി വെള്ളം കൊടുക്കണമല്ലോ ചേട്ടാ.
ഈ പൊരുന്ത ഇരിക്കണേ അതിന് വെള്ളം തീറ്റ ഞാൻ അപ്പോൾ ചോട്ടു. ആ പൊങ്ങിയാ കാണാൻ മേല. ആ പൊങ്ങി 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 പൊങ്ങി. ആ അത് ഇച്ചിരി അവിടെ താത്തി വെക്ക. ആ അത് മതി. അത് നിലത്ത് വെച്ചാലും കുഴപ്പമില്ലായിരിക്കും. കുഞ്ഞുങ്ങളല്ലേ, കയറൂല. കയറാൻ പറ്റത്തില്ല. കയറിയാൽ തിന്നാനും പറ്റത്തില്ല. താത്തി വെച്ച് കൊടുക്കുക. അതിങ്ങനെ ആടുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് അതുങ്ങളൊന്നും അത് വയ്യാത്ത കുഞ്ഞുങ്ങളും കൂടെ നിലത്തേക്ക് വെച്ചാലേ അത് പതുക്കെ നിലത്തേക്ക്. അത് മതി, കുഴപ്പമില്ല. ആടൂലേ കിടന്ന്. അത് കുഴപ്പമില്ല. വെള്ളം ഇച്ചിരി പൊക്കി വെച്ചാലും കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചിട്ട് വേണം കെട്ടാൻ. വെള്ളമില്ല അല്ലേ, മാറ്റിക്കളയാം. നമുക്ക് നല്ല പയർ. കോഴികളൊക്കെ ഏതാണ്ട് പറയുന്നുണ്ട് ചേട്ടൻ അങ്ങോട്ട് രക്ഷയില്ല, ഞങ്ങളുടെ കടപ്പാടം ഇല്ലാതാക്കിയെന്നാണ് പറയണേ. ഞങ്ങളിനി അവിടെ കിടക്കും ചേട്ടാന്ന്. കേട്ടോ. അത് ഈസി നിസാരം. എൻ്റെ കൈ ഇതൊക്കെ നിസാരം. അങ്ങോട്ട് നോക്ക. നമ്മുടെ ചുണ്ടില്ലാത്ത കോഴിപ്പോനെ കണ്ട, എൻ്റെ സുന്ദരൻ. എന്നടാ കള്ള ബൊമ്മാസാക്കാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. ബൊമ്മാസ് ഇപ്പോൾ കണ്ട തല്ലിയനെ എന്നെ പിടിച്ച്. ബൊമ്മാസാക്കാൻ വാങ്ങിയിട്ട് ഇവൻ എന്നെ കണ്ടപ്പോൾ ആദ്യം ഓടണം ഇവനാ. ഇവൻ എത്ര നാൾ ഞാൻ തീറ്റ കൊടുത്തു, എന്നിട്ട് ഇവനൊരു ഇണക്കവും ഇല്ല. ഒരു പക്ഷേ നാടൻ കോഴിയായിട്ടായിരിക്കും, പക്കാ നാടനെ അവൻ. പോരു കോഴി പോലെ മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കണം. കുഞ്ഞിപ്പിള്ളേരൊക്കെ തീറ്റ തിന്ന് വെള്ളമൊക്കെ കുടിക്കുക പോയി നമ്മുടെ കുഞ്ഞിപ്പിള്ളേർ. എന്നാ പിള്ളേരെ ഒരാൾ തീറ്റ തിന്നണ്ട. തീറ്റ ഇട്ട് കൊടുത്താൽ തീർന്നാ ചേട്ടാ? തീർന്നല്ലോ. നിറച്ചങ്ങ് ഇട്ട് വെച്ചാ മതി ചേട്ടാ. വല്ലാണ്ട് ഇച്ചിരി എല്ലാം ഇട്ട് കൊടുക്കണം. ആ ചേട്ടൻ അങ്ങനെയാ. അവർക്ക് കിട്ടണില്ല, അതുകൊണ്ട് ഇല്ലാത്തോണ്ട്. വെള്ളമായി. ഇച്ചിരി പൊക്കി വെക്കണം, അല്ലെ കുഞ്ഞുങ്ങൾ അതിനകത്തോട്ട് കാഷ്ടിക്കും. ആ അത് മതി. കിട്ടൂലേ? അല്ല ഇനി കൂട്ടാൻ കുറയ്ക്കാൻ വെള്ളം ഉണ്ട് കേട്ടോ. വള്ളിയേ വള്ളി ഉണ്ട്.
കുഞ്ഞുങ്ങളെ കൊണ്ടുവരട്ടെ. തീറ്റ കൊണ്ടിട. തീറ്റ എന്താ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഗ്രോവറാണ് കേട്ടോ. ഗ്രോവർ വൈറ്റ്. ആ ചേട്ടൻ നിറച്ചങ്ങ് ഇട്ടേക്കും അതിലേക്ക്. അതുകൊണ്ട് വലിയതായിട്ട് വരണ്ട. അവര് വെള്ളം കുടിച്ചു തിന്നോടെ ഇരുന്നോളും. ഇടയ്ക്കിടയ്ക്ക് വരണ്ട. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയല്ലോ. എന്തിനാ പിന്നാമ്പുറ? അത് ഒത്തിരി പൊക്കമൊന്നും വേണ്ട. നിലത്തിരുന്നാലും ആ കുഞ്ഞുങ്ങൾ അതിനകത്തേക്ക് കയറുമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നിലത്ത് വെച്ചാൽ മതി. അങ്ങനെ ഒന്നും കയറൂല്ല ചേട്ടാ. കയറിയാലും അതൊക്കെ തിന്നാൻ പറ്റില്ല. നിലത്ത് നിന്ന് തിന്നത്തേ ഉള്ളൂ. ചേട്ടനൊന്നും പറയണ്ട. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ്. ഞങ്ങൾക്കൊന്നുമില്ല ചേട്ടാ. എന്നതേ പുറകിൽ നിന്ന് കോഴിപ്പടകളൊക്കെ ചോദിക്കണം. നിലത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അവിടെ അവർക്ക് നിലത്ത് വെച്ചേക്കുമായിരുന്നു. മനസ്സിലായത്? ഇങ്ങനെ ആടുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകും. നിലത്ത് വെക്കുന്ന ചേട്ടാ നല്ലതാ. നിലത്തേക്ക് താത്തി വെക്കുക. കണ്ടോ? ഇത് കുഞ്ഞ് പിഞ്ചു കണ്ടോ? ചവിട്ടി പിടിച്ചാൽ നിലത്തെ നിർത്തിയിട്ട് തിന്നാൻ നോക്കണതാ. ആ മോളിൽ നിന്നൊന്ന് പതുക്കെ അഴിച്ചു കൊടുക്കുക. അതിനിപ്പോൾ അഴിച്ചില്ലേലും. അത് മതി. ഇനി അവർക്ക് തിന്നാം. വെള്ളം ഇവർ കണ്ടില്ലേ? വെള്ളം കാണാനുണ്ടായത്. ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുമായിരുന്നു നല്ലത്. എനർജി കിട്ടാൻ. ഇതേ വെള്ളം, കുഞ്ഞുങ്ങളുടെ വെള്ളം. ഇത് കണ്ടോ? ഒരാൾ കണ്ടാൽ മതി. കണ്ടോ? ബുദ്ധി വേണം, ബുദ്ധി. ഇതുങ്ങൾക്കും ഈ രീതിയിൽ വെള്ളം കൊടുക്കണം. ഇതേ കൊണ്ടോ രാവിലെ ഒഴിച്ച വെള്ളം. അതിവിടെ ഇതാ തുണി, നീ തുണിയിൽ 2 കയറ് കെട്ടിയിട്ട് വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ മാത്രം മതി. തീറ്റ നമുക്ക് ഇത് കൊടുക്കാനേ പറ്റുള്ളൂ. മറിക്കേ അടുത്ത പണി ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റയും വെച്ചു കൊടുത്തു. നമ്മൾ വെള്ളവും വെച്ചു കൊടുത്തു. ചേച്ചിമാരെ വെള്ളം കുടിക്കുവാണോ? എവിടെ കിടന്നോട്ടോ കുഞ്ഞുങ്ങളെ. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് എടുത്തോളാട്ടോ. ഇതിലത് പിടിക്കണം. ഇപ്പം തന്നെ കെട്ടാൻ പോവാണോ? ഇതേത് പടതയാ? ആ കീറിപ്പോയത്. ഇതേലൊക്കെ കെട്ടുന്നേ.
ആ തൂണയിലേക്കല്ലേ? ആ തൂണയിലേക്ക് കെട്ടിയിട്ട് ഈ വള്ളിയുടെ മോളിൽ കൂടെ എടുക്കണം. ആ വട്ടം കെട്ടാൻ, വട്ടം കെട്ടാൻ ഇങ്ങനെ തന്നെ കെട്ടാൻ. ആ ആ ഇത് അവിടെ കെട്ടണം, ഇത് ഇവിടെ കെട്ടണം, ഇത് അവിടെ കെട്ടണം. ആ ആ ഞാൻ എന്താ അങ്ങോട്ട് പോണേ? അല്ല, ദേ തൂണല്ലേ. ആ തൂണ കെട്ടിയിട്ട് ഇതിൻ്റെ മോളിൽ കൂടെ എടുക്കണം, ഈ വള്ളിയുടെ മോളിൽ കൂടെ എടുക്കണം. അപ്പോൾ ഒരു വീട് പോലെ അതുപോലെ പൊങ്ങിയിരുന്നോളൂ. നടു കെട്ടേണ്ട കാര്യം വരൂല അപ്പോൾ. ആ ഈ അറ്റവും മുകളിൽ കൂടെ വിട്ടാൽ മതി. ഏതെങ്കിലും ഒരറ്റം, ഏതെങ്കിലും ഒരറ്റം മുകളിൽ കൂടെ വിട്ടാൽ മതി കേട്ടോ. എനിക്ക് ബുദ്ധിയുണ്ട്. എന്നാ പറ്റിയതാന്ന് പറ. ഇപ്പൊ പറയാ. ഇരുണ്ട് വീഴൂല്ലോ അല്ലേ? താഴേക്ക് ചാടും. അവിടെ മണ്ണ് കുഴിയാത്. ഞാൻ പിടിക്കണോ? ലാഡറാ അത്. ഇട്ടോ, ധൈര്യമായിട്ട് ഇടുങ്കോ. അതങ്ങ് ചുരുട്ടി അങ്ങ് എടുത്താൽ പോരായിരുന്നാ. ഓക്കെ, പോടുങ്കോ. போடுங்க. கீழே இறங்க, கீழே போடுங்க. നിന്നിട്ടുണ്ടെങ്കിലില്ലേ ആ വെയിലടിക്കണില്ല. വാവ്, നീല കളറില് അവിയെടുക്കുന്നു. ആ മോളിൽ കൂടെ കെട്ടുന്ന പിന്നെ ഊർന്ന് താഴെ ചാടാതിരിക്കും. കാക്കകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാ കണ്ടിട്ടാണോ? ചപ്പൻ ചോര അങ്ങോട്ട് ഇട്ടു. ആരെങ്കിലും അറിയാതെ ഒന്നും കുളിക്കാത്ത വീഴാനാണോ? എന്നിട്ട് നമുക്ക് അതിൻ്റെ അടി കുറച്ച് കുപ്പിച്ചില്ലും കൂടെ കൊണ്ടിടാം. അപ്പം അറിയാതെ വന്നൊരു കുഴിക്കകത്ത് കിടക്കും. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല രസമല്ലേ? അതൊക്കെ അല്ലേ എൻജോയ്മെന്റാ അല്ലേ കോഴിപ്പടകളെ? ഏതാ എവിടെ മുട്ടയിട്ടേക്കണേ? ആ ശരിയാണല്ലോ, അതിൻ്റെ അടിയിൽ ഈ പെണ്ണുങ്ങൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. അതോ കിടക്കുന്നു സുന്ദരികളുടെ മുട്ട. ചൂടുകാലമൊക്കെ ആയോണ്ടായിരിക്കൂലേ? പോവാണോ നമ്മള്? ആ എന്നാ പിന്നെ അതവിടെ ഇരുന്നോളൂ. എൻ്റെ കൈ തന്നെ ഞാനത് അവിടെ വെച്ചേക്കണതാ. ആ മുട്ടയങ്ങ് എടുക്ക. ഏതെങ്കിലും ഒരു പെണ്ണിന് അതിൻ്റെ ഒരു കൊത്തു കൊടുക്കാൻ തോന്നിയാലോ.
ഒന്നല്ലോ ആ ഒരെണ്ണേ ഉള്ളൂ, നിലവിലിപ്പോൾ ഒരെണ്ണം കണ്ടുള്ളൂ. പെൺപിള്ളാരെ എന്നാടുക്കുവാ, വിശ്രമിക്കുകയാണോ? ആ പട എണീറ്റ് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെയും പടത് കെട്ടി ഇവിടെയും പടത് കെട്ടി. എൻ്റെ കുഞ്ഞുങ്ങളെ എപ്പോഴും നോക്കണം, എങ്ങനെയുണ്ട്, വെള്ളം കുടിക്കണ്ടോ, ആഹാരം കിട്ടണ്ടോ എന്നൊക്കെ. കാരണം ചൂട് കൂടുതലാണ്, പെരക്കകത്ത് ഇത്രയും ചൂടില്ലായിരുന്നു, ചൂട് കൂടുതലാന്നേ. എൻ്റെ മാക്കൂന് ഇഷ്ടം പോലെ നോക്കാൻ പിള്ളേരൊക്കെ ആയിട്ടുണ്ട്. മാക്കു അവരെയൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും പുതിയ വിശേഷം പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.